നമസ്കാരം. ഹലോ ഗൈസ്. വള്ളുവനാടിന്റെ ഗജമഹിമയും വാദ്യപെരുമയും ഒത്തുചേരുന്ന മണ്ണാർക്കാട് പൂരത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നഗരമധ്യത്തിൽ കുടികൊള്ളുന്ന ശ്രീ ഉദയൂർക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവമാണ് പ്രസിദ്ധമായ മണ്ണാർക്കാട് പൂരം. കുംഭമാസത്തിലെ പൂരം നാളിൽ ഭഗവതിയുടെ തിരുമുറ്റത്ത് അരങ്ങേറുന്ന ഈ ആഘോഷം കേവലം ഒരു ക്ഷേത്രോത്സവം എന്നതിലുപരി ഒരു നാടിന്റെ സാംസ്കാരിക ഐക്യത്തിന്റെ വിളംബരം കൂടിയാണ്. മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ ഭരണകാലത്തോളം പഴക്കമുള്ളതാണ് ഈ പൂരത്തിന്റെ ചരിത്രം. പഴയ വള്ളുവനാട് രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം എന്നും കലകളെയും ആചാരങ്ങളെയും നെഞ്ചിലേറ്റിയ മണ്ണാണ്. ഉദയൂർക്കുന്ന് ഭഗവതിയുടെ ചൈതന്യം നാടിന്റെ ഐശ്വര്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച ഈ പൂരം ഇന്ന് മലബാറിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ ഉത്സവങ്ങളിൽ ഒന്നായി വളർന്നു കഴിഞ്ഞു. കൊടിയേറ്റം മുതൽ ആറാട്ട് വരെ നീളുന്ന ഒരാഴ്ചക്കാലം മണ്ണാർക്കാട് നഗരം പൂർണ്ണമായും പൂരലഹരിയിലായിരിക്കും. മണ്ണാർക്കാട് പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ദേശപൂരങ്ങളുടെ സംഗമമാണ്. നഗരത്തിന്റെ വിവിധ ദിശകളിൽ നിന്നും ദേശങ്ങൾ, പ്രധാനമായും നെല്ലിപ്പുഴ, കോടതിപ്പടി, കുന്നംപള്ളി, പള്ളിക്കുന്ന് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുമുള്ള പൂരങ്ങൾ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ഉദയൂർക്കുന്ന് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ഓരോ ദേശക്കാരും തങ്ങളുടെ കരുത്തും ആവേശവും പ്രകടിപ്പിക്കുന്ന ഈ കാഴ്ച പൂരപ്പറമ്പിനെ ആവേശക്കടലാക്കി മാറ്റുന്നു. വൈകുന്നേരമാകുമ്പോൾ ഈ ദേശപൂരങ്ങൾ എല്ലാം ക്ഷേത്രമുറ്റത്ത് ഒത്തുചേരുന്ന കൂട്ടിപ്പൂരം കാണാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് മണ്ണാർക്കാട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ആനച്ചന്തമില്ലാത്ത പൂരത്തെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാനാവില്ല. കേരളത്തിലെ പ്രശസ്തരായ ഗജവീരന്മാർ നെറ്റിപ്പട്ടം കെട്ടി അണിനിരക്കുന്ന കാഴ്ച മണ്ണാർക്കാട് പൂരത്തിന്റെ പ്രധാന ആകർഷണമാണ്. ഗാംഭീര്യമുള്ള ആനകൾക്കൊപ്പം ഉയരുന്ന ആലവട്ടവും വെഞ്ചാമരവും കാണികളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വാദ്യകലയുടെ കാര്യത്തിലും മണ്ണാർക്കാട് പൂരം ഒട്ടും പിന്നിലല്ല. കേരളത്തിലെ മുൻനിര വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യവും ഉച്ചയ്ക്ക് ശേഷം തട്ടകത്തെ ഇളക്കിമറിക്കുന്ന പാണ്ടിമേളവും പൂരപ്രേമികളുടെ സിരകളിൽ ആവേശം നിറയ്ക്കുന്നു. ചെണ്ടയുടെയും ഇലത്താളത്തിന്റെയും താളത്തിനൊത്ത് നഗരം തന്നെ ചുവടുവെക്കുന്ന കാഴ്ചയാണിത്. മണ്ണാർക്കാട് പൂരത്തിന്റെ ഏറ്റവും മനോഹരമായ വശം അതിന്റെ മതസൗഹാർദ്ദമാണ്. ജാതിമത ഭേദമന്യേ മണ്ണാർക്കാട്ടെ എല്ലാ ജനവിഭാഗങ്ങളും ഈ ഉത്സവത്തിൽ സജീവമായി പങ്കുചേരുന്നു. പൂരപ്പറമ്പിലെ കച്ചവടക്കാരിലും കാണികളിലും എല്ലാം മതസ്ഥരെയും കാണാം. ഇതൊരു കേവലം ക്ഷേത്രോത്സവം എന്നതിലുപരി ഒരു നാടിന്റെ ഒത്തൊരുമയുടെ പ്രതീകമാണ്. പഴയ കാലത്ത് പൂരദേശങ്ങളിൽ നിന്ന് കച്ചവടക്കാർ എത്തിയിരുന്ന പൂരപ്പറമ്പാണ് ഇന്നും മണ്ണാർക്കാടിന്റെ വലിയൊരു വിപണിയായി നിലകൊള്ളുന്നു. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മുതൽ വൈവിധ്യമാർന്ന വിഭവങ്ങൾ വരെ ഈ പൂരപ്പറമ്പിൽ ലഭ്യമാണ്. ആകാശത്ത് വിരിയുന്ന വർണ്ണവിസ്മയമായ വെടിക്കെട്ടോടെയാണ് മണ്ണാർക്കാട് പൂരത്തിന് സമാപനമാകുന്നത്. പൂരപ്പൊലിമയുടെ അലയൊലികൾ അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പിന് ഊർജ്ജം നൽകി അവസാനിക്കുന്നു. തനിമയാർന്ന വള്ളുവനാടൻ ശൈലിയും ആധുനികതയും ആവേശവും ഒത്തുചേർന്ന മണ്ണാർക്കാട് പൂരം ഇന്നും അതിന്റെ പ്രതാപം ഒട്ടും ചോരാതെ നിലനിൽക്കുന്നു. ഈ പൂരക്കാഴ്ചകൾ നേരിട്ട് അനുഭവിക്കുന്നത് ഏതൊരു പൂരപ്രേമിക്കും മറക്കാനാവാത്ത അനുഭവം തന്നെയായിരിക്കും. പൂരത്തിന്റെ പ്രധാന ദിവസത്തിന് മുന്നോടിയായി നടക്കുന്ന ചടങ്ങുകളും ഏറെ സവിശേഷമാണ്. കൊടിയേറ്റം കഴിഞ്ഞാൽ ഓരോ ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും അരങ്ങേറും. തായമ്പകയുടെ വിസ്മയ കാഴ്ചകളും കഥകളിയും ഓട്ടൻതുള്ളലും പൂരപ്പറമ്പിനെ സാംസ്കാരികമായി മിഴിപ്പേകുന്നു. ഓരോ ദിവസവും പൂരത്തിന്റെ ആവേശം നഗരത്തിൽ നിറഞ്ഞു തുടങ്ങും. രാത്രി പൂരം കഴിഞ്ഞാലും ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടിനായി പൂരപ്രേമികൾ ഉറക്കമുളച്ച് കാത്തിരിക്കും. ആകാശത്ത് പൂത്തിരികളും മിട്ടുകളും വിരിയുന്ന വർണ്ണക്കാഴ്ചകൾ പൂരത്തിന്റെ പൂർണ്ണതയാണ്. പൂരപ്പറമ്പിലെ തട്ടുകടകളിലെ ചൂടുള്ള വിഭവങ്ങളും പൂരക്കച്ചവടക്കാരുടെ ശബ്ദവും എല്ലാം ചേർന്ന് മണ്ണാർക്കാടിന്റെ പൂരം വളരെ ഗംഭീരമാക്കും. ആറോട്ടോടുകൂടി ഈ മഹോത്സവത്തിന് വിരാമമാകുമ്പോൾ അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പ് അന്ന് തന്നെ തുടങ്ങുകയായി. തലമുറകളായി പകർന്നു കിട്ടിയ ഈ ആചാരങ്ങൾ മാറ്റമില്ലാതെ നിലനിർത്താൻ മണ്ണാർക്കാട്ടുകാർക്ക് എന്നും ശ്രദ്ധിക്കുന്നു. വള്ളുവനാടൻ പെരുമ ലോകമെങ്ങും എത്തിക്കുന്ന മണ്ണാർക്കാട് പൂരത്തിന്റെ ഐശ്വര്യം എന്നും ഈ നാടിന് തുണയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. താങ്ക്